ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 15 വറ്റൽമുളകും 30ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മൂപ്പിച്ചത് ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് കുരുവില്ലാത്ത പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ മൂപ്പിച്ച എണ്ണയ്ക്കകത്തോട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ എണ്ണയ്ക്കകത്തും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, രാവിലത്തെ കാപ്പിയുടെ നമുക്ക് മെയിനായിട്ട് ഇഡലിയുടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇഡലിയും ഉള്ളിച്ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, കുട്ടികൾക്കാണെങ്കിൽ ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കാം. ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.